അപ്പം ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കുറ്റ്യാടിക്കാണ് കേട്ടോ ഒന്ന് പോകുന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്. സോ നാളെ ലീവായതുകൊണ്ട് നാട്ടിലേക്കൊക്കെ കുറച്ച് നേരത്തെ ഇറങ്ങണമല്ലോ. അപ്പം ഞങ്ങൾ ശനിയാഴ്ച തന്നെ പോവുകയാണ്. നേമേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ, അച്ഛൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതാ ഉണ്ണിയപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം ഇങ്ങനെ കഴിച്ച് വഴിയിൽ നിർത്തിയിട്ടിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് ദൂരം പോകാനുള്ളത് കൊണ്ട് നല്ല ഭംഗിയെടുത്ത് നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറ്റ്യാടി ചുരം വഴിയാണ് കേട്ടോ പോയത്. ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾക്ക് നല്ല വിശന്നുണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ ഞങ്ങളിതാ കുറ്റ്യാടി ഒരു തൊട്ടിപ്പാലെത്തിയപ്പോൾ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. വനിതാ ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ കയറിയ. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ, നാടൻ ഭക്ഷണമായിരുന്നു. അങ്ങനെ ഇതാ അവിടെ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. അച്ഛനതൊക്കെ നോക്കുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ പരദേവതേൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. അപ്പം ഞങ്ങളത് ചോറൊക്കെ ഇങ്ങനെ വിളമ്പുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഭക്ഷണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വരുമ്പോൾ നമ്മുടെ തൊട്ടിൽപ്പാലത്തിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഇടത് സൈഡിലേക്കാണ് കേട്ടോ വരുന്നത് നമ്മൾ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ. അപ്പം ഇത് 1-2 കറികളൊക്കെ ഉള്ളു, പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഇതിൽ കൂടെ ഞങ്ങൾക്ക് മീൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അവിടെ നെത്തലുണ്ടായിരുന്നു. അപ്പം നെത്തൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതുകൊണ്ട് നെത്തൽ കഴിക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങി. അങ്ങനെ നല്ല ചീര ചപ്പും അങ്ങനെ നെത്തൽ മീനും മീൻ കറിയും പച്ചക്കറിയും പപ്പടം ഉപ്പേരിയും എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ കഴിക്കാൻ കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ സാധനങ്ങളൊക്കെ കയറ്റിയാണ്. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ ആരും ഇല്ല. ഒക്കെ മേമ്മയും അപ്പനും ഉണ്ടായിരുന്നുള്ളൂ. മക്കളൊക്കെ കല്യാണം കഴിച്ചിട്ട് ഓരോ സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. അപ്പം ഞങ്ങളിതാ അവിടെ എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ സൗണ്ട് കേട്ടപ്പോൾ താഴത്ത് അമ്മമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മ വന്ന് വാതിൽ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് തുറന്നു. ഞങ്ങളത് കുറച്ച് നേരം പുറമെ ഇരുന്ന് കുറേ സംസാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ തത്തമ്മ കുട്ടിയുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നമ്മളെ കണ്ടിട്ട് പേടിച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഇതാ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിതാ ഉള്ളിൽ കയറി ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. സോറി, വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ഇതാ മേമ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ മേമ ക്ഷീണിച്ച് വരികയാണ് കേട്ടോ. മേമ ഒരു ആശാ വർക്കർ കൂടിയാണ്. മേമ ക്ഷീണിച്ച് വന്ന് ഇതാ ചായ വെക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി. വേഗം ഡ്രസ്സെല്ലാം മാറ്റി ചായ വെക്കുകയാണ് കേട്ടോ പാവം. അങ്ങനെ ഇതാ ഞങ്ങൾ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആപ്പനും വന്നു കേട്ടോ. ആപ്പനും ഇതാ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് കൊല കൊണ്ടുവരുന്നുണ്ടായിരുന്നു, പഴം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അപ്പനും കൂടി കേട്ടോ പിടിച്ചത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങളിതാ രാത്രി കിടക്കാൻ നേരത്തുള്ള കലാപരിപാടിയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.